കോൺഗ്രസിന്റെ ഏറ്റവും പോസിറ്റീവ് ഘടകങ്ങളായി വലിയ രീതിയിൽ ശ്രദ്ധയാകർഷിച്ചു വന്നിരുന്ന രണ്ട് യുവ നേതാക്കൾ ഷാഫി പറമ്പിലും അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലും. രണ്ടു പേരുടെയും നിലവിലെ സാഹചര്യം രണ്ട് കോണ്ടസ്റ്റുകളിലുള്ളതാണെങ്കിലും ഒരു കാര്യം ഉറപ്പാണ്, രണ്ടു പേരും വലിയ രീതിയിലുള്ള ഒരു നെഗറ്റിവിറ്റി സ്പ്രെഡിലേക്ക് കടന്നു വരുന്നു എന്ന് പറയാതെ വയ്യ. നോക്കൂ, ഷാഫി പറമ്പിൽ വീണ്ടും ഒരു മത്സരത്തിന്റെ ഒരു ധ്വനി ഇങ്ങനെ തരുമ്പോൾ, കഴിഞ്ഞ ദിവസം സണ്ണി ജോസഫുമായി ഇങ്ങനെ ചേർന്ന് നിന്ന് മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഷാഫിക്ക് മത്സരിക്കണമെന്നുണ്ടെങ്കിലും വടകരക്കാർ വിടുവോന്നറിയില്ല, വടകരക്കാർ എന്നെ വലിയ സ്നേഹത്തോടെ യാത്രയയക്കും, ഇത്തരത്തിലുള്ള ചിന്താഗതികളും വർത്തമാനങ്ങളും ഒക്കെ ഷാഫി അടങ്ങുന്ന ഗ്രൂപ്പുകളിൽ നിന്ന് കടന്നു വരുമ്പോൾ വീണ്ടും ഷാഫി വടകരയിൽ നിന്ന് രാജിവെച്ച് നിയമസഭയിലേക്ക് ഒരു തെരഞ്ഞെടുപ്പിന് വേണ്ടി വന്നാൽ 100% ഉറപ്പാണ്, ഷാഫി പറമ്പിൽ എന്ന യുവ നേതാവിന്റെ വലിയ രീതിയിലുള്ള ഒരു കോട്ടത്തിന്, ഇമേജ് നഷ്ടത്തിന് അത് കാരണമാകും എന്ന് പറയാൻ ഒരു മടിയും നമുക്ക് വേണ്ട. ഇതെന്താണിത്? ഏത് രീതിയിലും മത്സരിക്കാൻ വേണ്ടി, തൻ്റെ രാഷ്ട്രീയ മോഹങ്ങൾക്ക്, അധികാര മോഹങ്ങൾക്ക് വേണ്ടി ഏത് രീതിയിലും മത്സരത്തിന് ഇറങ്ങുക, അതിനു വേണ്ടി വരുന്ന വലിയ ഭീമമായ തുക ഖജനാവിലേക്ക് വരുമ്പോൾ, പൊതുജനങ്ങളിൽ നിന്ന് എടുക്കേണ്ടി വരുമ്പോൾ അതിനെ ഗൗനിക്കാതിരിക്കുക. അത്രമേൽ വലിയ ഒരു ഇമേജ് ഒന്നും ഷാഫി പറമ്പിൽ നേടിയെടുത്തിട്ടില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ അതുവരെ നഷ്ടപ്പെട്ടു പോകാൻ കാരണമാകുമെന്നും നമുക്കറിയാം. മറ്റൊരു കാര്യം, വലിയ രീതിയിൽ ഷാഫിയോട് ചേർന്ന് നിന്ന് വളർന്നു വന്ന, കേരളത്തിന്റെ ഒരു പബ്ലിസിറ്റി സ്റ്റണ്ടിലേക്കൊക്കെ വന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോ വലിയൊരു വിഷയത്തിൽപ്പെട്ട് യൂത്ത് കോൺഗ്രസ് സ്ഥാനം നഷ്ടപ്പെട്ടു എന്ന് തന്നെ പറയാവുന്ന രീതിയിലേക്ക് എത്തിയിരിക്കുകയാണ്. രാഹുൽ വലിയ രീതിയിലുള്ള, രാഹുലിന്റെ ബോഡി ലാംഗ്വേജുകൾ, രാഹുലിന്റെ പ്രസ്താവനകൾ, രാഹുൽ ഈ ചുരുങ്ങിയ കാലഘട്ടത്തിൽ വരുത്തി വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ തന്നെ ഒരല്പം കടന്ന കൈ, ഒരല്പം അധിക പ്രസംഗം, ഒരല്പം അപ്പർ ഹാൻഡ് എല്ലാ വിഷയത്തിലും ഒക്കെ എടുക്കാൻ വേണ്ടി രാഹുൽ ഇങ്ങനെ കാട്ടിക്കൂട്ടിയത് മുഴുവനും ഇങ്ങനെ തകർന്നടിഞ്ഞ് വീഴുന്നതാണ് കഴിഞ്ഞ രാഷ്ട്രീയ പകലുകളിൽ കേരള രാഷ്ട്രീയം കണ്ടു കടന്നുപോയത്. ഒരുപക്ഷെ രാഷ്ട്രീയത്തെ ഇങ്ങനെ നോക്കിക്കാണുന്ന ആളുകൾക്ക് മനസ്സിലാകുമ്പോൾ രാഹുലിന് ഇത് കിട്ടണമെന്ന് പറയുന്നവരാണ് കൂടുതൽ. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ കമന്റ് ബോക്സുകളിൽ നിറയുന്നത് മുഴുവനും അഹങ്കാരത്തിന് കിട്ടിയ പണിയെന്നും ദൈവമുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കമന്റുകൾ നിറയുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, രാഷ്ട്രീയ കേരളം രാഹുലിനേറ്റ ഈ അടിയെ വലിയ രീതിയിൽ ഇത് കിട്ടേണ്ടതായിരുന്നു എന്ന് ചിന്തിക്കുന്നതായി മനസ്സിലാകും. രാഹുൽ അത്രമേൽ വലിയ ഒരു ഔട്ട്സ്പോക്കണായി മാറിയിരുന്നു. പാർട്ടിക്കുമേൽ സഞ്ചരിക്കാവുന്ന, പാർട്ടിക്കുമേൽ അതികായനായ രീതിയിൽ ഈ ചുരുങ്ങിയ കാലം കൊണ്ട് മാനസികമായി രാഹുൽ വിചാരിച്ചിരുന്നു എന്നും നമുക്ക് കരുതാം. എന്തു തന്നെ ആയാലും നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിലിൽ എത്തി നിൽക്കുമ്പോൾ വലിയ രീതിയിൽ ഷാഫിയും അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലും നെഗറ്റിവിറ്റി സ്പ്രെഡ് ആകുന്നു. ഏത് രീതിയിൽ കഴിഞ്ഞ കാലഘട്ടത്തിൽ ജി സുധാകരനും ശൈലജ ടീച്ചറും ആരോഗ്യ വകുപ്പും പൊതുമരാമത്ത് വകുപ്പും കഴിഞ്ഞ പിണറായി സർക്കാരിന് ഒരു മുതൽക്കൂട്ടായതിൽ നിന്ന് നിലവിൽ ആരോഗ്യ വകുപ്പിൽ വീണ ജോർജും പൊതുമരാമത്ത് വകുപ്പിൽ റിയാസും ഒരു വലിയ നെഗറ്റിവിറ്റി ഇടതുപക്ഷത്ത് ആയതുപോലെ തന്നെ